വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദേ ഇത് കണ്ടോ, രാവിലെ എഴുന്നേറ്റ് കണി കണ്ടത് ഇതാണ്. ശരിക്കും വേറെ ആരെയും ഞാൻ കണി കണ്ടിട്ടില്ല. നേരെ അടുക്കളയിലോട്ട് വന്ന് കണി കാണുന്നതേ ഇതാ. അല്ലെങ്കിൽ ആരെങ്കിലും കണി കണ്ടെങ്കിലും നമുക്ക് ശകുനം പറയായിരുന്നു. ഇത് നമ്മുടെ കൂടെ ഉള്ളവരും കിടന്നിറങ്ങുകയാണ്. ഞാൻ എന്നെയും നോക്കിയിട്ടില്ല കണ്ണാടിയിൽ കേട്ടോ. ആദ്യമായിട്ട് ഇതാണ് ഇന്നത്തെ കണി. നമ്മൾ ഇന്നലെ ആട്ടി വെച്ച മുഴുവൻ മാവും നൊരച്ച് പുളിച്ച് പതച്ച് പൊങ്ങിക്കളഞ്ഞു. അത്രയ്ക്ക് ചൂടുണ്ട്. രാത്രിയിലാണ് ഞാൻ അരച്ച് വെച്ചത്. ഇപ്പൊ ഇവിടെ 40 above ആയി. ഇവിടെ ചൂട് തുടങ്ങി. ഇനി ജൂണൊക്കെ ആകുമ്പോൾ 50 above ആവും. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂടാട്ടോ. നാട്ടിൽ നല്ല ചൂടാ, പക്ഷെ അതിലും ചൂടാട്ടോ ഇവിടെ. ഇവിടുത്തെ ചൂട് നമുക്ക് പറയാൻ പറ്റാത്ത ചൂടാ. എന്തായാലും ഇത് വൃത്തിയാക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് കുറേ ടൈം എൻ്റെ ഇതിൻ്റെ പുറവിൽ പോയി കേട്ടോ. ഞാനൊരു പ്ലേറ്റ് അടി വെച്ചോണ്ട് ഭാഗ്യം കൊണ്ട് അങ്ങോട്ട് താഴോട്ട് പോയില്ല. കാരണം എനിക്കറിയായിരുന്നു മിക്കവാറും ഇങ്ങനെ പൊതഞ്ഞു പൊങ്ങി കളയുമെന്ന്. അപ്പോൾ സംഭവം എന്തായാലും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ മാവ്. ഇത് വൃത്തിയാക്കുന്ന ഇടയിൽ ഞാൻ വെച്ച പാലും തിളച്ച് തൂവി. ഭാഗ്യം കൊണ്ട് താഴോട്ട് കളഞ്ഞില്ല. അപ്പോഴത്തേക്ക് നിർത്തി. മൊത്തത്തിൽ അടിപൊളി ദിവസമാണ്. അപ്പോൾ നമ്മുടെ അങ്കുവിന് ഞാൻ സ്കൂൾ ടിഫിനി കൊടുത്തു വിടുന്ന ഒരു ഓണിയൻ റൈസിന്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, റെസിപ്പി ഞാൻ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നെയ്യ് കുറച്ച് ഒരു കടായിലോട്ട് ഒഴിച്ചിട്ട് ഒരു വലിയൊരു സവാള ഈ രീതിയിൽ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചാൽ മണം വരണം, കരിയാതെ. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി കേട്ടോ, ഒരുപാട് വേണ്ട. പിന്നെ മുളക് പൊടി കുറച്ചധികം ഇട്ടോളൂ. എരിവ് ഇഷ്ടമുള്ള പിള്ളേർക്ക് കുറച്ചധികം നന്നായിട്ട് ഇട്ടോളൂ. ഇവന് അരിവ് ഇഷ്ടമാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ ചോറാണ്, കുറച്ച് ഉപ്പ് തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുത്തു, ഒരുപാടില്ല കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് ഈ ചോറ് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് ഒരു മിനിറ്റ് വെച്ചിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് 1 മിനിറ്റും കൂടെ അങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇളക്കി ടിഫിനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കായാലും കഴിക്കാം കേട്ടോ. ഇതിന് വേറെ കറിയൊന്നും വേണ്ട, സിമ്പിൾ തൈര് മതി. അപ്പോൾ ഞാൻ ആദ്യം ബൂന്തി റൈത്ത വിചാരിച്ചു, പിന്നെ വെച്ച് സിമ്പിളായിട്ട് തൈര് അങ്ങ് വെച്ചു. അപ്പോൾ ഇതെന്തായാലും തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും ഈ ഓണിയൻ റൈസിനെ. തൈര് ആകുമ്പോൾ ധാരാളം മതി. പിന്നെ ഒരു കുക്കീസും കൂടെ വെച്ച് കൊടുക്കുന്നു. ചോറാണല്ലോ, അപ്പോൾ കൂടുതലായിട്ട് അവന് വലിയ വിശപ്പ് വരാൻ വഴിയില്ല. അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് റെഡിയായി. അങ്കു അവിടെ ഇരുന്ന് ഉറങ്ങുക കേട്ടോ. അവന് രാവിലെ ഇപ്പോൾ ഭയങ്കര വീണ്ടും ക്ഷീണം വന്നു. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കും, വീണ്ടും കണ്ണടയ്ക്കും. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് റെഡിയാക്കി കൊണ്ടുവച്ചിട്ട് അങ്കുവിനെ കുത്തിപ്പൊക്കിയാതെ റെഡിയായി. അപ്പം ഞാൻ നല്ലൊരു ഇഞ്ചി ചായ ഇട്ട് കുടിക്കാമെന്ന് വെച്ചു, അതും റെഡിയാക്കി. അങ്കുവിൻ്റെ ബസ് വന്നു. ഞാൻ പുറത്തിറങ്ങി നിന്ന് നോക്കി കേട്ടോ. ഞാൻ വിചാരിച്ചത് എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചൂട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചൂട് ഇഷ്ടം കേട്ടോ. എനിക്ക് തണുപ്പിനെക്കാട്ടിയും ചൂടാണ് ഇഷ്ടം. അങ്കുവിൻ്റെ വസത ഇവിടുന്ന് ഒരു 3-4 പിള്ളേരും ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സും 1-2-3 ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എൻജിനീയേഴ്സിൻ്റെ വൈഫ് അവർ പഠിപ്പിക്കാനും പോകുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ ദീദി ഇവിടെ ഇല്ല. പുള്ളിക്കാരി ഒരു മാസത്തിലൊരു ഒരാഴ്ചയൊക്കെ ഇവിടെ കാണത്തുള്ളൂ. പിന്നെ ഗുജറാത്തിൽ പോവും. അകത്ത് കണ്ടോ, നമ്മുടെ ഹോളിലെ വെയിൽ തിളങ്ങുകയാണ്. ടൈൽസിൽ വന്ന് അടിച്ചിട്ടേ കണ്ണിങ്ങനെ നമ്മുടെ കാഴ്ച പോകുന്ന രീതിയിൽ. ഞാൻ എന്തായാലും അതൊന്ന് വീഡിയോ എടുത്തു. അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ വെയിലിൻ്റെ ഒരു ശക്തി. ഞാനിപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാൻ തുടങ്ങി കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങ് ഇടുകയും ചെയ്യാമേ. എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാൻ അതിനകത്ത് സാധനങ്ങൾ കാണിക്കാണ്ട് ഇങ്ങനെ റെസിപ്പി കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഞാനൊരു ജാക്കറ്റ് പൊട്ടറ്റോയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബേബി പൊട്ടറ്റോസ് കിടപ്പുണ്ടായിരുന്നു, 2 രീതിയിലുള്ളത്. അതേ മഞ്ഞയും അതുപോലെ മറ്റേത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇടുന്നില്ല. മറ്റേനകത്തുനിന്ന് ഒരെണ്ണേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അതിന് ഇച്ചിരി കൂടെ വേവ് കൂടുതൽ. എനിക്ക് തോന്നി ഈ പഹാടി ആലു എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് ഡയബറ്റീസുകാരൊക്കെ കഴിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ആ ടൈപ്പുമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ വെള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് മുളക് പൊട്ടിയതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു, കുഞ്ഞായിട്ട് മുളക് പൊട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് എല്ലാം കൂടെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ കൊടുത്തിട്ട് ഞാൻ എടുത്തിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ടേക്കാം കേട്ടോ. ഇനി നമുക്ക് ഓപ്പൺ ആയിട്ടൊരു പാത്രത്തിൽ ഏതെങ്കിലും എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാൻ വെളിച്ചെണ്ണ എടുത്ത കേട്ടോ. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് ചില്ലിയും. അതിനുശേഷം നമ്മുടെ തൊലി മാറ്റിയിട്ട് ആ ബേബി പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. അത് ബേബി പൊട്ടറ്റോ കേട്ടോ, വലുതായിട്ട് തോന്നുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൊട്ടറ്റോസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലി പൊളിക്കാൻ പാടായതാണ് ഞാൻ വേവിച്ചെടുത്തത്. പെട്ടെന്ന് അങ്ങ് ആവുകയും ചെയ്യല്ലോ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് മഞ്ഞപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിയുമ്പോൾ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അതേ നമ്മുടെ മെയ്ഡ് ജ്യോതിയുടെ ഒരു പോസിറ്റിവിറ്റി കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ എടുത്തത്. പുള്ളിക്കാരിയുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. പുള്ളിക്കാരിയുടെ ഞാൻ ചോദിച്ചു, പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ. അപ്പോൾ മൈലാഞ്ചിയും വളയും മോതിരവും കാലിലെ മിഞ്ചിയും നെയിൽ പോളിഷും കൊലുസും മൊത്തത്തിൽ പുളി വൈബാട്ടോ പുള്ളിക്കാരി. അപ്പോൾ അതേ ഉച്ചയ്ക്ക് നമ്മുടെ ചോറും അതുപോലെ തന്നെ മത്തങ്ങ ഒരെണ്ണം നമ്മുടെ വിഷുവിൻ്റെ ടൈമിന് വാങ്ങിച്ചിരുന്നത്. അതിന് വെച്ചൊരു കുഞ്ഞി കഷ്ണം എടുക്കുന്നുള്ളൂ, മുഴുവൻ കറി വെക്കുന്നില്ല. നമുക്ക് സാമ്പാറോ മത്തങ്ങ പുളിശ്ശേരി എരിശ്ശേരി എന്തെങ്കിലുമൊക്കെ കളി. ഇന്ന് എരിശ്ശേരിയാണ് വെക്കുന്നത്. നമ്മുടെ മസൂർ ദാലിട്ടിട്ട് മത്തങ്ങ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ആ ഒരു കുഞ്ഞു പീസേ എടുത്തുള്ളൂ. മസൂർ ദാലിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ കൊടുത്തിട്ട് നമ്മുടെ തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരപ്പായിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വറുത്തങ്ങിട്ട് എടുത്താൽ മതി. ഞാൻ വേവിക്കാൻ വെച്ചു. അരപ്പും റെഡിയാക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പും ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ച്
ഞാൻ ആ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യും, പിന്നെ ചിലപ്പോൾ പൊടിയുപ്പ് യൂസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ഉടച്ച് തിളച്ച് വന്നപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും കൂട്ടും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ നമ്മുടെ കടുകും ഉഴുന്നുപരിപ്പും പച്ചമുളകും ഒക്കെ, കറിവേപ്പില ഇനി പിച്ചി തുടങ്ങണം, നല്ല കറിവേപ്പില പിടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മുടെ ചോറും റെഡിയായിട്ട് ഇരിപ്പുണ്ട്, നമ്മുടെ ജാക്കറ്റ് പൊട്ടറ്റോയും ഇതൊക്കെയാട്ടോ ഇന്ന്. അപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ റെസിപ്പി നമ്മുടെ ലോങ് വീഡിയോയിൽ ആഡ് ചെയ്തേക്കാന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയും കൂടെ ഒന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ. ബീട്രൂട്ട് ഞാൻ സാധാരണ മെഴുക്കുരുട്ടി ആട്ടോ ഉണ്ടാക്കുന്നത്, അങ്ങനെ പച്ചടി ഉണ്ടാക്കാറില്ലായിരുന്നു. പക്ഷേ എന്തോ അങ്ങനെ തോന്നി ഞാനങ്ങ് ഉണ്ടാക്കി. ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞിട്ടേ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടൊന്ന് വേവിച്ച് അത് മിക്സിയിലോട്ട് കുറച്ച് തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്തു. പിന്നെ എണ്ണയിൽ കടുവും വറ്റൽമുളകും പൊട്ടിച്ച് ഇതങ്ങോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ആ മിക്സിയിൽ തന്നെ കുറച്ച് തൈര് ഒന്ന് മോര് പോലെ ആക്കി ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇപ്പം കിട്ടുന്ന നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ചൊറി പിടിച്ചത് കാണാനൊരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തി കഴുകി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുറ്റത്തെ മാങ്ങ കാണണ്ടേ, ഞാൻ അതിൻ്റെ ഓരോ വളർച്ചയും ഘട്ടങ്ങളും കാണിച്ചു തരാം. ഇതൊക്കെ പൊഴിഞ്ഞു പോകുന്ന അറിയത്തില്ല ചൂടത്ത്. അതിന് മുന്നേ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് വെച്ച് ഞാൻ എന്താ പുറത്തിറങ്ങി. ഈ മാവ് ആദ്യമായിട്ടല്ല കായ്ക്കുന്നത്, എനിക്ക് 4ാമത്തെ വർഷമായി ഇത് കായ്ക്കുന്ന കേട്ടോ. ഈ വട്ടം കുറച്ചധികം മാങ്ങയുണ്ട്, പക്ഷേ ഈ ചൂട് കാരണം അത് കൂടുതലും പൊഴിഞ്ഞു പോകുന്നുണ്ട്. താഴെ നമുക്ക് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ണി മാങ്ങകൾ കിടക്കുന്നതാണ്, ഇങ്ങനെ കുറേ കിടക്കുന്നതാണ്. ദേഹമുണ്ടോ, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നനക്കിയപ്പോൾ തന്നെ 2-3 ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തൊടാതെ ഇങ്ങനെ സൈഡിൽ കൂടെ മാറി. ഇതിന്റെ തൊട്ട് പുറകിൽ ഒരു കുഞ്ഞു മാവ് നിൽപ്പുണ്ട്, അതിനകത്ത് നിറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്. ആ ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. രണ്ടും 2 വെറൈറ്റി 2 സൈസാട്ടോ. ഞാൻ അതും കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ മാവ് എന്തായാലും ആദ്യം ഒന്ന് ചുറ്റി നടന്ന് അതിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണിമാങ്ങ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു 3-4 ദിവസം കൊണ്ട് അത് ഇച്ചിരി കൂടെ വലുതാവും കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് ചട്നി, നമ്മുടെ മാങ്ങ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തീരെ പിഞ്ച, നല്ല മണമുണ്ട് കേട്ടോ. അടുത്ത് വരുമ്പോൾ ആ മാങ്ങയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ 2ാമത്തെ മാവായത്. ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതായി വന്നിട്ടുണ്ട് മാങ്ങ കേട്ടോ. പക്ഷെ ഇത് വേറെ വെറൈറ്റി, ഇത് ഫസ്റ്റാണ് പിടിക്കുന്നത്. മറ്റേ മാവ് 4 വർഷത്തോളം ആയത് പിടിച്ചിട്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ വർഷവും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഫസ്റ്റ് ടൈമാണ് പിടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പിന്നെയാണ് നോട്ട് ചെയ്തത് കേട്ടോ, ഇതിനകത്ത് മാങ്ങ പിടിച്ചെന്നുള്ളത്. പൂ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ലായിരുന്നല്ലോ അത്രയ്ക്ക്. ഈ 2 മാവ് മാത്രമല്ല, ഇവിടെ എല്ലാ ഇതുപോലെ ബിൽഡിങ്ങിന് ചുറ്റും നമുക്കാണ് കുറവ്. 3-4 മാവ് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് വലിയ 4 മാവാണ് നമ്മുടെ ഈ തൊട്ട് മുറ്റത്ത്. ഞാൻ ഒരു ദിവസം പോകുമ്പോൾ കാണിച്ചു തരാവേ. ഞാൻ അങ്ങോട്ടൊന്നും ആ സൈഡിലോട്ടൊന്നും അധികം ഇറങ്ങാറില്ല. ഇതിപ്പോൾ നമ്മുടെ മുറ്റത്ത് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നമ്മുടെ ഏരിയയിൽ കറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒരാൾക്ക് ഒരു കല്യാണം ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ, കല്യാണ ലെറ്ററൊക്കെ. അപ്പോൾ ആ കല്യാണമായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി പോകാൻ പോകും. ഇവിടെയൊക്കെ രാത്രിയിലാണ് കല്യാണം, ഈ നോർത്ത് ഇന്ത്യയിൽ മെയിൻലി രാത്രിയിലാണ് കല്യാണം കേട്ടോ. അപ്പം ഞങ്ങളും കൂടെ പോയേനെ. പക്ഷേ പിറ്റേ ദിവസം അങ്കുന് ക്ലാസ് ഉണ്ട്. ഒന്നാമത് അവൻ 8ാം ക്ലാസ് ആണ്. അപ്പോൾ ഇനി ലീവ് മാക്സിമം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ വർഷത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കൈ ഒടിഞ്ഞിട്ട് എത്ര നാൾ വെറുതെ ലീവ് പോയി. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളങ്ങ് വിടും. അപ്പം രാത്രി 1 മണിയൊക്കെ കഴിയും രാക്കേ വരാൻ. നമ്മുടെ ഇവിടെ അടുത്തൊരു, ഞങ്ങൾ പണ്ട് താമസിച്ച ഒരു സ്ഥലത്താണ്, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് 1 മണിയാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളും കൂടെ പോയേനെ. ഇവിടുന്ന് ഫാമിലി ആയിട്ട് പോകുന്നവരും ഉണ്ട്, ഇവിടുന്ന് കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എനിക്കും അങ്കുവിനും ഡിന്നറായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അങ്കു വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിക്കുള്ളൂ, ചോറ് കഴിക്കും സ്കൂളിൽ നിന്ന് വന്നപ്പോൾ. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഓംലെറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ എന്തായാലും രാത്രി വരുന്നതിന് മുന്നേ ഞങ്ങൾ കിടന്നുറങ്ങും. കഥമൊക്കെ പുള്ളിക്കാരൻ തുറന്നങ്ങ് കയറിക്കോളും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.